നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അത് അവതരിപ്പിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരു മാധ്യമം എന്ന നിലയിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പൊതുജനങ്ങൾക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള, തത്സമയം പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. ആരംഭിക്കുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാം, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ പങ്കുവെക്കാം, ആശങ്കകൾ, പരാതികൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരണം ഈ വിഷയം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 048428300510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ചെറു വിവരണവും അതുപോലെ അതിൻ്റെ ദൃശ്യവും അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അത് ശക്തമാവുകയാണ്. സമരത്തിന് പിന്തുണയേറുകയാണ്. ഇന്നലെ 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ച് ഉത്തരവിറങ്ങിയെങ്കിലും തങ്ങൾ ഉന്നയിച്ച മറ്റ് പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ആശാ വർക്കർമാർ മഹാസംഗമം സംഘടിപ്പിക്കും. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. അനാവശ്യ സമരം എന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനത്തിന് ആവശ്യവും അനാവശ്യവും മന്ത്രി തിരിച്ചറിയണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സമരം 10ാം ദിനം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന് പിന്തുണയേറുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ധനമന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നതെന്നും വി ഡി സതീശൻ. മാറ്റി വേതനം ആക്കണം. ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞത്. പിന്നെ ഒരാൾ പറഞ്ഞത് എന്നാണ് കുട്ടിയിളക്കി കൊണ്ടുവന്നാണ് ധനകാര്യം വന്ന്. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യില് കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. സമരം തുടരുന്നതിനിടെ 2 മാസത്തെ കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. 13,200 രൂപ വരെ പ്രതിമാസം ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. കുടിശ്ശിക തുക ആർക്കും ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ കള്ളം പറയുന്നുവെന്നും സമരക്കാരും പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടക്കും. 10,000-ലധികം പ്രവർത്തകരെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓരോ ദിവസം കഴിയും തോറും സമരത്തിന് പിന്തുണയേറുകയാണ്. നാളെ ആശാ വർക്കർമാരുടെ മഹാസംഗമം കൂടി കഴിയുന്നതോടെ സമരം മറ്റൊരു തലത്തിലേക്ക് ഉയരും. എത്ര കാലം സർക്കാരിന് ഇവരെ കാണാതിരിക്കാൻ കഴിയും? സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ചർച്ച ചെയ്യട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കേന്ദ്രത്തോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന മറുപടിക്കൊന്നും അപ്പുറത്തേക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ സമരക്കാർ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം സമീപിക്കുന്നതിന് സർക്കാർ യാതൊരു തരത്തിലുള്ള നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ പെൻഷനായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ സമരക്കാർ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക തന്നെയാണ്. അതിനിടയിൽ ഈ പ്രതിഷേധം, സമരം ശക്തമാക്കാനുള്ള നീക്കവും സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നാളെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സിനെ എത്തിച്ചുകൊണ്ട് മഹാസംഗമം നടത്താനാണ് സമരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രശ്നത്തിന്, അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമില്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച ശബ്ദത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാണാം ചില പ്രതികരണങ്ങൾ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടയിലിരിക്കുന്നത്. അല്ല ഞങ്ങളുടെ ആരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ ഞങ്ങൾ മന്ത്രിസ്ഥാനം മോഹിച്ചൊന്നും വന്നവരല്ല. ഒരു തൊഴിലാളിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന മിനിമം വേതനം ഞങ്ങൾക്കും തരണം. ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾ അപമാനിക്കരുത്, പരിഹസിക്കരുത്. 7,000 രൂപ കൊണ്ട് ഈ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു കുടുംബം പോറ്റാൻ കഴിയുമോ? 7,000 രൂപ എന്ന് പറയുന്ന ഈ തുച്ഛമായ കാശ് കൊണ്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആരോഗ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഒന്നും അറിയത്തില്ല, എല്ലാം ധനമന്ത്രിയായിട്ട് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയും. എവിടെയാണ് എല്ലാവരും ഓരോ പ്രശ്നം? ഒരു വനിതാ കമ്മീഷനൊക്കെ വരുള്ളൂ. ഞങ്ങൾ ഇന്ന് 10 ദിവസം ഈ സ്ത്രീകൾ ഇത്രയും ഇവിടെ കിടക്കുന്നില്ല. ഏത് വനിതാ കമ്മീഷൻ വന്നു? ഒറ്റ മനുഷ്യരും ഞങ്ങൾ വനിതാ കമ്മീഷൻ എന്നോ ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയോ മറ്റോ ആരും ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല.
ഞാൻ ഒരു വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ല. എനിക്ക് രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളിൽ ഒരു മോളെ എല്ലാവരുടെയും സഹായത്തോടെ അയച്ച് എനിക്ക് രണ്ടാമതൊരു മോളുണ്ട്. അവളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഞാൻ പല പ്രാവശ്യം പലരോടെയും സ്പോൺസർ ചെയ്താണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്. ചില സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണ്. 5 ലക്ഷം രൂപ എൻ്റെ മൂത്ത മോളെ അയച്ചാൽ കടമുണ്ട്. എനിക്ക് കടം നികത്താൻ നിവർത്തിയില്ല. ഒരുപാട് കടമുണ്ട്. വീട്ടിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം. അപ്പം എൻ്റെ മക്കളെങ്കിലും പഠിപ്പിച്ച് എനിക്ക് ഒരു നിലയിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരത്തിന് വന്ന് ഞാൻ മാക്സിമം സഹകരിക്കുന്നത്. നമ്മൾ സ്ത്രീകളില്ലേ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും, അവരങ്ങ് തളർന്ന വെയിലും കൊണ്ട് അങ്ങ് പോകുന്നതാണ് അവരെ മനസ്സിലെ ഉദ്ദേശം. അത് വെറുതെ ഞങ്ങൾ മരണം വരെ ഇത് എന്തെങ്കിലും കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. അവരതേപോലെ പറയുന്നുണ്ടല്ലോ, ഓണറെ റിലീസ് 2 മാസത്തെ ഓണറെ, ഞങ്ങൾക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അവർ ഞങ്ങളുടെ കുടിശ്ശികയാണ് റിലീസ് ചെയ്യുന്നത്. അത് വലിയ കാര്യമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു 13,200 രൂപ ഒരു ആശയ്ക്ക് കിട്ടുന്നതെന്ന്. ഏത് വകുപ്പിലാണ് കിട്ടുന്നത്? അങ്ങനെ അത് തരട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണറേറിയം തരുന്ന ഒരു PDF ഉണ്ടല്ലോ, അതിൽ കാണിക്കട്ടെ ഏത് ആശയാണ് 13,200 രൂപ വാങ്ങിയതെന്ന്. അപ്പോഴില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഞങ്ങൾ 7,000 എന്ന് പറഞ്ഞപ്പോൾ അവർ 13,200. ഇനി ഞങ്ങൾക്ക് തരട്ടെ 13,200 രൂപ. ഏത് വകുപ്പിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ ആരോഗ്യവകുപ്പ്. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്നും ആരോഗ്യവകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, ഈ സമരം 10ാം ദിവസത്തിലെത്തി നിൽക്കുന്ന സാഹചര്യം, സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം അവർ ഉയർത്തുന്നുണ്ട്, മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന പരാതി അവർ ഉയർത്തുന്നുണ്ട്. അതിനിടയിൽ ഈ ചർച്ചയ്ക്കെത്തിയ ആരോഗ്യമന്ത്രിക്കെതിരെ പിന്നീട് ധനമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെയൊക്കെ ആ സമരവേദിയിൽ നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു, പ്രതിപക്ഷത്തിന്റെ പിന്തുണ. അതിനിടയിൽ എന്താണ് ആരോഗ്യവകുപ്പ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? അലക്സ് റാം മുഹമ്മദ്. റിജിത്ത്, ആശാ വർക്കർമാരുടെ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോഴും ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അവരുടെ ഓണറേറിയം, പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അവരുടെ ഓണറേറിയത്തിലുള്ള ഈ ഉപാധികൾ എടുത്തു കളയുക, ഒപ്പം ഈ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. ഇതിൽ ഈ കഴിഞ്ഞ അതായത് സമരം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ 6-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ആശാ വർക്കർമാർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച സമ്പൂർണ്ണ പരാജയമായിരുന്നു. പക്ഷേ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഈ ആശാ വർക്കർമാരുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ആ സമിതി രൂപീകരിച്ചത്. ആ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ആശമാർ ഉന്നയിച്ചിരുന്ന ശൈലി ആപ്ലിക്കേഷനിലെ OTP സംവിധാനം നിർത്തലാക്കാൻ ഹെൽത്തിന് നിർദ്ദേശം നൽകിയെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ആശമാർക്ക് 3 മാസത്തെ. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. എന്താ ചെയ്യേണ്ടത് പറയൂ. ഇങ്ങോട്ട് ഇതാണോ സെന്റർ? അതല്ലേ, അതിലൊക്കെ ഇല്ലേ? തരൂർജി, ഡൽഹിയിലെ കൂടിക്കാഴ്ച, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച കുറച്ച് കാലത്തിന് ശേഷമാണ്. എങ്ങനെയുണ്ട് കൂടിക്കാഴ്ച? നല്ല കൂടിക്കാഴ്ചയായിരുന്നു. ഞാനാണ് ആവശ്യപ്പെട്ടത് കുറച്ച് സമയമായിട്ട്. ഇന്നലെ അവസരം കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അത് ശരിയല്ല. എൻ്റെ വക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം അദ്ദേഹവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. പക്ഷേ ഒരു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. അപ്പോൾ അത് നടന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വലിയൊരു കഥ ഉണ്ടാക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ അതെങ്ങനെ ഞാൻ പറയാൻ പാടില്ല. തന്നെ ഞങ്ങൾ വാതിലടച്ച് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അല്ല, ഈ ചർച്ച നിങ്ങൾക്ക് മനസ്സിലാക്കി. എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പോൾ ഈ ചിലർ പറയുന്നത് പ്രശ്നം തീരുന്നു, അതായത് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. പ്രശ്നമുണ്ടായിരുന്ന ആൾക്കാർ, അവർ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞോട്ടെ പ്രശ്നം തീർന്നോ ഇല്ലയെന്ന്. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്, സംസാരിച്ചു. നല്ലോണം 2 ഭാഗത്തും നന്നായി സംസാരിക്കാൻ അവസരം കിട്ടി. കേരളത്തിലും കേന്ദ്രത്തിലും അങ്ങേക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. എന്ത്? കേരളത്തിലും കേന്ദ്രത്തിലും ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഞാനൊരു പരാതി പറഞ്ഞൊരു വ്യക്തിയല്ല, പരാതി പറയാനല്ല വന്നത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ സംസാരിച്ചു. പക്ഷേ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ
ആരുടെ എതിരും പരാതി പറയില്ല, എൻ്റെ കാര്യത്തിൽ കൂടി പരാതി പറയില്ല. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അതിന് പങ്കെടുക്കാനൊരു അവസരം മാത്രം ഷൈനിക്കാട് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടന പത്രിക ഉൾപ്പെടെ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ശശിധരൻ. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പം പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ രാഹുൽ? ഇല്ല, ഇതുവരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഒന്നും അതിനെക്കുറിച്ചൊരു ചർച്ച ആവാൻ സമയമായിട്ടില്ല. എൻ്റെ അറിവിൽ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചർച്ച ഉണ്ടായിട്ടില്ല. അത്രയെങ്കിലും ഞാൻ പറയാം. ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ വിമർശനം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലപാട് നിലവിൽ? അത് എനിക്ക് അവരോട് ചോദിക്കില്ല, വിമർശനമുള്ളവർ പറയട്ടെ എന്താ വിഷയം എന്ന്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ സൈറ്റ് ചെയ്ത ചില സോഴ്സസിനെ കുറിച്ച് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ നല്ല ഡേറ്റ കാണിച്ചു തന്നാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ആരുടെയും എന്താ പറയുക, ആരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ആവർത്തിക്കാനല്ല ഇറങ്ങിയത്. ഞാൻ 15-16 വർഷമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ നമ്മൾ യുവാക്കളൊക്കെ തൊഴിലില്ലായ്മ ഇല്ലാതെ ഉള്ള കാരണം അവർ ഈ നാട് വിട്ടിട്ട് പോകുന്നു. നമുക്ക് അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കണം, ഓൺട്രപ്രനർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ കുറേ വർഷങ്ങളെ പറഞ്ഞ് നടക്കണം. നിങ്ങൾ യൂട്യൂബിലും കൂടി കാണാം. 10-7 വർഷമായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. ഞാനിത് പുതിയ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞാൻ ആവശ്യപ്പെട്ടതൊരു കാര്യം ഈ കഴിഞ്ഞ 18 മാസത്തിൽ സംഭവിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചിട്ട് ആദ്യം സംസാരിച്ചു കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസംഗത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആർട്ടിക്കിളും എഴുതി. അതിനെ പെട്ടെന്ന് ആൾക്കാർ വായിക്കുന്നത് നല്ലതന്നെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുണം ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ഉണ്ടാവട്ടെ. കേരളത്തിൽ സ്റ്റാർട്ടപ്സ് നടക്കുന്നുണ്ടോ? നമ്മളുടെ യുവകൾക്ക് ഇപ്പോൾ ഇനിയും തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ടോ? ഓൺട്രപ്രനർഷിപ്പ് വഴിക്ക് നമ്മളുടെ സാമ്പത്തിക വളർച്ച നന്നാവുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അത് എന്താണ് യാഥാർത്ഥ്യം എന്ന് സ്ഥാപിക്കാൻ ഓരോരോ കക്ഷികൾക്ക് അവരുടെ അഭിപ്രായവും ഡേറ്റയും ഉണ്ടെങ്കിൽ അത് വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ. നമ്മുടെ രാഷ്ട്രീയത്തിൽ വെറും പാർട്ടി പോളിറ്റിക്സ് കളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കാൻ നമുക്ക് വല്ല ചിന്തയുണ്ടോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അഥവാ ഇത് സത്യമല്ലെങ്കിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് പറയട്ടെ. ഈ ചർച്ച വരുന്നതിൽ ഞാൻ ഒരു തെറ്റും കണ്ടിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് ഈ ചർച്ച വന്നത്. അത് ഞാൻ സൈറ്റ് ചെയ്തത് ഒരു CPMൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒന്നുമല്ല. ഞാൻ സൈറ്റ് ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സും 24. ഇത് രണ്ട് മാത്രമാണ് ഞാൻ സൈറ്റ് ചെയ്തത്. ഇനി അത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾ കേൾക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ഇടയിലും നിങ്ങളുടെ മാധ്യമത്തിലും ഇതൊക്കെ ഒരു ചർച്ച ആക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ വിവാദം ഉണ്ടാക്കാനല്ല എഴുതിയത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു. അതിലും കൂടി ഞാൻ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഞാൻ എഴുതിയിരിക്കുന്നത്. P. രാജീവിൻ്റെ ഒരു കോട്ടിന് വെച്ച് ഞാൻ പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇവർ അടുത്ത വർഷം പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ തുടരുമോ അതിനെ എതിരിക്കോ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെറും ഇത് രാഷ്ട്രീയം കളിക്കാനല്ല എഴുതിയത്. ഞാൻ അടിസ്ഥാനത്തിൻ്റെ ബേസിസിലാണ് ഞാൻ ഒരു കാര്യം എഴുതുമ്പോൾ എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല ഈ ആർട്ടിക്കിൾ എഴുതിയത്. അത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെങ്കിലും ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവും. പ്രൊഫഷണൽ കോൺക്ലേവിലേക്ക് DYFI ക്ഷണിക്കാൻ വന്നിരുന്നു നേതാക്കൾ. അതെ, എനിക്ക് സൗകര്യമുണ്ട്. ഡേറ്റ് ചോദിച്ചുകൊണ്ട് അത് സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ട് പോയി. അതിനെ അവർ വലിയൊരു വാർത്തയാക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് എന്തായാലും പിന്നെ ആ ദിനത്തിൽ ഞാനിവിടെ ഇല്ല. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചടങ്ങ് കോട്ടയത്ത് 2-ാം തീയതി ഉണ്ട്, അതിന് ഞാൻ പോകുന്നു. അതിന് മുമ്പ് 1-ാം തീയതി എനിക്ക് വേറൊരു നഗരത്തിലൊരു ചടങ്ങുണ്ട്. എൻ്റെ പ്രോഗ്രാംസൊക്കെ കുറേ ആഴ്ചകൾ മുമ്പ് ചില മാസങ്ങൾ മുമ്പാണ് ഫൈനലൈസ് ചെയ്യണത്. അതുകൊണ്ട് എനിക്കൊന്ന് അതൊക്കെ ഹൈപ്പോത്തറ്റിക്കലല്ലേ. നമ്മൾ ആദ്യം ഡേറ്റ് നോക്കി ആദ്യം അഥവാ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടാവും ഇതിൽ പോകണോ, ആരുടെ ഒപ്പമാണ് സംസാരിക്കേണ്ടത്. എൻ്റെ ഓർമ്മയിൽ അവരെന്തോ ഒരു എക്കോണമിസ്റ്റിൻ്റെ ഒപ്പം ഒരു ചർച്ച ചെയ്യാനാണ്. അദ്ദേഹം ആരാണ് എൻ്റെ ഒപ്പം സംസാരിക്കാൻ, എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും. പക്ഷെ ആ സ്റ്റേജ് എത്തിയില്ലേ, ഡേറ്റ് പറഞ്ഞോട് ഞാൻ പറഞ്ഞു സോറി ഫ്രീ അല്ല, അതോടെ കഥ കഴിയും. ശരിയല്ല. ഇപ്പം എനിക്കല്ലായിരുന്നു വിഷയം, എനിക്ക് ഇന്ന് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ ചില
അഭിപ്രായങ്ങൾക്ക് കുറേ കാര്യങ്ങളായിട്ട് സംസാരിക്കാനുണ്ടോ എന്ന് സംസാരിക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്നത് കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു. താങ്ക്സ്. ലേഖന വിവാദത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ചില ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. അത് പൊതുസമൂഹത്തിൽ ചർച്ച നടക്കട്ടെ, വിമർശനമുള്ളവർ ആ വിമർശനം ഉന്നയിക്കട്ടെ, തനിക്ക് യാതൊരു പരാതിയുമില്ല. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടന്നിരുന്നു, പോസിറ്റീവായി. ഏറെ നാളായി താൻ പറയണം എന്നാഗ്രഹിച്ച കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായ ചർച്ചയാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്നുകൂടി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി തരൂരിനുണ്ട് എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതും ശ്രദ്ധേയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ തീരുമാനമെടുത്ത വിഷയമെന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ അറിയിച്ചു. ആക്ഷേപങ്ങളില്ലാത്ത വിധം മദ്യശാല തീരുമാനം നടപ്പിലാക്കും. കിഫ്ബി ടോളിൽ ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, CPIയുടെ എതിർപ്പ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലും പദ്ധതിക്കെതിരായി CPI സ്വീകരിച്ച നിലപാട്, അതിനിടയിൽ മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്തുന്നു. പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. RJDയുടെ എതിർപ്പും അവിടെയുണ്ട്. അതിനിടയിൽ ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്, മുന്നോട്ട് എന്ന നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? രഞ്ജിത്ത്, മുഖ്യമന്ത്രി ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന ഒരു ശക്തമായ നിലപാടിലാണ് LDF യോഗത്തിൽ ഉണ്ടായിരുന്നത്. 3 മണിക്കൂറിനപ്പുറം നീണ്ടുനിന്ന ചർച്ചയാണ് ഈ എലപ്പുള്ളി ബ്രൂവർ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് LDF യോഗത്തിൽ നടന്നത്. വിശദമായ ചർച്ചയിൽ RJDയും CPIയും ഈ എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. CPI ചൂണ്ടിക്കാണിച്ച വിഷയം പ്രധാനമായും ജലദൗർലഭ്യത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും പ്രശ്നമാണ്. കുടിവെള്ളം മുട്ടിച്ചും ഒപ്പം തന്നെ ജലചൂഷണം ഉണ്ടാക്കിയും ഇത്തരമൊരു പദ്ധതി നടത്തുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന അഭിപ്രായമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ ശക്തമായി തന്നെ ഉന്നയിച്ചത്. RJDയും ഈ പദ്ധതിയെ ശക്തമായി എതിർത്തു. മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം എന്താണ് എന്ന കാര്യം മന്ത്രിസഭാ പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ വേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് RJDയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്തിൻ്റെ ഭൂപരിധി തന്നെ ലംഘിച്ചുകൊണ്ട്, ഭൂപരിഷ്കരണ നിയമത്തിലെ ഭൂപരിധി തന്നെ ലംഘിച്ചുകൊണ്ടാണ് പദ്ധതി പ്രദേശം ഈ ബന്ധപ്പെട്ട ഒയാസിസ് കമ്പനി വാങ്ങിയിരിക്കുന്നത്. ഇതടക്കമുള്ള നിയമലംഘനങ്ങൾ അവിടെയുണ്ട്. തണ്ണീർത്തട നിയമത്തിൻ്റെയും മറ്റും ലംഘനമുണ്ടെന്നടക്കമുള്ള കാര്യം RJDയും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇപ്പം മന്ത്രിസഭ തീരുമാനമെടുത്ത വിഷയമാണ്, ഈ കാര്യത്തിൽ ഇനി പിന്നോട്ടില്ല എന്ന ഒരു ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. ഒടുവിൽ മുന്നണി നേതൃത്വവും മുന്നണി യോഗവും അതിനെ വഴങ്ങുകയായിരുന്നു. എന്തായാലും ആക്ഷേപങ്ങൾക്കിട നിൽക്കാത്ത വിധം ഈ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകും. 7:30 LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം AK സെന്ററിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഘടകകക്ഷികളായ CPIയുടെയും RJDയുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വൻകിട മദ്യനിർമ്മാണശാല കാര്യത്തിൽ LDF തീരുമാനമെടുത്തിരിക്കുന്നു. പദ്ധതിയുമായി മുന്നോട്ട് തന്നെ 600 കോടി രൂപ മുതൽ മുടക്കുള്ള 650 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. സർക്കാർ തീരുമാനിച്ച പ്രകാരം മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുത്തോടെയാണ് ഘടകകക്ഷികൾ അതിന് വഴങ്ങിയത്. ശ്രീ LDF യോഗത്തിലും പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാട് CPI സ്വീകരിച്ചിരുന്നു. ജനങ്ങളെ എതിരാക്കുന്ന ഒരു പദ്ധതി, അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല. മറ്റ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ CPI ഒക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഉറച്ച ശബ്ദത്തിൽ ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്, മന്ത്രിസഭാ തീരുമാനമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ ഈ CPI എതിർപ്പ് ഉയർത്തിയിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ ചർച്ചകളിലൂടെ CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്നൊരു നിലപാട് കൂടി CPM-നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. അതുകൂടി ഇല്ലാതായത് കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതെങ്ങനെ മുന്നണിക്കകത്തൊരു വലിയ തർക്കത്തിലേക്കോ മറ്റോ കാര്യങ്ങൾ പോകാനുള്ള നിലയുണ്ടോ ശ്രീ? ഇനി വലിയ കാര്യമായ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല റീജിത്ത്. കാരണം വളരെ വിശദമായ ഒരു ചർച്ച മുന്നണിയുടെ യോഗത്തിൽ നടന്നു. LDFിൻ്റെ രാഷ്ട്രീയവും നയപരവുമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഏറ്റവും ആധികാരികമായ വേദിയാണ് LDF. അവിടെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ അനുകൂലമായ തീരുമാനത്തിലാണ് CPI അടക്കമുള്ള കക്ഷികൾ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ RJDയും CPIയും ഈ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അവസാനം മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട്, അതായത്
പദ്ധതിയുമായി മുന്നോട്ട് പോകും. മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനമാണിത്. അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്ന മുഖ്യമന്ത്രി നിലപാടിന് യോജിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മുന്നണി യോഗത്തിലും മന്ത്രിസഭാ യോഗത്തിലും യോജിച്ച ശേഷം ഇനി പുറത്തിറങ്ങിയൊരു ഭിന്നമായ നിലപാട് സ്വീകരിക്കാൻ CPIക്കോ RJDക്കോ കഴിയില്ല. വിശദമായ ചർച്ച നടക്കണമെന്നായിരുന്നു RJDയുടെ ആവശ്യം. ആ ചർച്ച ഈ LDF യോഗത്തിൽ നടന്നു. LDF യോഗത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഏതാണ്ട് 3.5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുന്നണി യോഗത്തിൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് ഈ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അനുമതിയാണ്. CPI ചൂണ്ടിക്കാണിക്കുന്ന വിഷയം പൊതുസമൂഹമാകെ ഈ പദ്ധതിക്ക് എതിരാണ്. മാത്രമല്ല എലപ്പുള്ളി അടക്കമുള്ള മേഖല, പാലക്കാട്ടെ മേഖല ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശമാണ്. അവിടെ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയ ഒരു പദ്ധതി വന്നാൽ അത് ജനങ്ങളെ സർക്കാരിനും മുന്നണിക്കും എതിരാക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ മുന്നണി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. RJD ആകട്ടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ ഈ പദ്ധതിയുടെ പ്രായോജകരായ ഒയാസിസ് കമ്പനി നടത്തുന്നുണ്ട്. മാത്രമല്ല ഇത്തരമൊരു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പദ്ധതിയുമായി മുന്നോട്ടാണ്. നിലവിൽ CPIയും RJDയും മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. സർക്കാർ തീരുമാനമെടുത്ത വിഷയമാണ്, മന്ത്രിസഭ തീരുമാനമെടുത്ത വിഷയമാണ്. ആ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് LDF യോഗം എത്തിയിരിക്കുന്നത്. LDF കൺവീനറുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരികയാണ്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നു. ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട്, ആ വിവാദവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ദീപാദാസ് മുൻഷി. തരൂർ വിഷയം ഇന്നത്തെ യോഗത്തിലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. DYFIയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ക്ഷണിക്കാനുള്ള DYFIയുടെ ശ്രമം, അതുമായി ബന്ധപ്പെട്ട് തനിക്കറിയില്ല എന്നുള്ള പ്രതികരണമാണ് ദീപാദാസ് മുൻഷി നടത്തുന്നത്. വയനാട്ടിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവ. ഗോദാവരി ഉന്നതിക്ക് സമീപം സ്ഥാപിച്ച കൂടിനടുത്താണ് കടുവ എത്തിയത്. കടുവ എത്തിയെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വീണ്ടും ഈ കടുവ എന്നുള്ള നാട്ടുകാരുടെ ആശങ്ക, ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പരിസരത്തേക്ക് കടുവ പോയി എന്ന് പ്രദേശവാസി പറയുന്നു. എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് എന്താണ് സമീർ? രജിത്ത്, പ്രദേശം വീണ്ടും ആശങ്കയുടെ നടുക്കിലാണ്. വളരെയേറെ ആശങ്കയോട് കൂടിയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെ തലപ്പുഴ 43 എന്ന പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു. സന്തോഷിന്റെ വീടിനോട് ചേർന്ന ഭാഗത്താണ് കടുവയെ കണ്ടത്. അക്കാര്യം സന്തോഷ് അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ കണ്ടത് അത് കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒടുവിൽ വലിയ ആശങ്കയായിരുന്നു. പാൽ സൊസൈറ്റിക്ക് സമീപത്ത് കണ്ടിട്ടുള്ള 3 വയസ്സ് പ്രായമായിട്ടുള്ള കടുവയാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കടുവയെ പിടികൂടാൻ അവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ആ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഗോദാവരി ഉന്നതിക്ക് സമീപമാണ്. അവിടെയാണ് ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരാണ് അവിടെ കണ്ടത്. അവിടെ നിന്ന് കോളേജിന്റെ ഭാഗത്തേക്ക് പോയി എന്നുള്ള കാര്യമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നത്. രാത്രി പട്രോളിംഗ് ശക്തമാക്കും എന്ന കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്താനും വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ കൂട്ടിനകത്ത് തന്നെ ഈ കടുവ കുടുങ്ങാനുള്ള സാധ്യത കൂടി വനംവകുപ്പ് കാണുന്നുണ്ട്. ആ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പഞ്ചായത്തും വനംവകുപ്പും പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി സമയത്ത് പുറത്തിറങ്ങരുത്, ഒറ്റയ്ക്ക് നടക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശ്രീജിത്ത്, ശരി, പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. നാളെ അല്പം കൂടി വിപുലമായ തെരച്ചിലിന് വനംവകുപ്പ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. പ്രദേശവാസികളുടെ അവസ്ഥയാണ് കഷ്ടം. ഇങ്ങനെ വന്യമൃഗങ്ങളെ പേടിച്ച്, കടുവ, പുലി, കാട്ടാന, അതൊക്കെ പേടിച്ച് ഇങ്ങനെ ആളുകൾ കഴിയുന്ന സാഹചര്യം, ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം, അത് ഉറപ്പായും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ പൊതുവായി ഈ വിഷയങ്ങളിൽ ഉണ്ടാവട്ടെ. സമീർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതിനിടെ PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച് സർക്കാർ. നിലവിൽ 2.25 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനയോടെ 3.8 ലക്ഷത്തിലേക്കെത്തും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യം നൽകണം എന്നായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അത് പക്ഷേ അംഗീകരിച്ചിട്ടില്ല. 7,000 രൂപയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഓണറേറിയം. മിനിമം കൂലിക്ക് അടുത്തുപോലും എത്താത്ത ഈ തുക കൂട്ടി മാന്യമായ ഒരു തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്. പ്രളയത്തിലും കോവിഡ് മഹാമാരി കാലത്തും എല്ലാം നാടിന്റെ രക്ഷകരായി നിന്നവരാണ്
ഇങ്ങനെ നാമമാത്ര കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ മന്ത്രിസഭയുടെ മുന്നിലുള്ള അടിയന്തര വിഷയം. അത് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കലായിരുന്നു. നിലവിൽ 2,58,000 രൂപയാണ് ഒരു PSC അംഗത്തിന്റെ ശമ്പളം. ചെയർമാന്റെ ശമ്പളം 2,79,000 രൂപയും. ഇതിലാണ് മന്ത്രിസഭായോഗം വർധന വരുത്തിയിരിക്കുന്നത്. ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയാണ് PSC ചെയർമാന്റെ ശമ്പള പരിഷ്കരണത്തിന് അടിസ്ഥാനമാക്കിയത്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടാൻ മാനദണ്ഡമായത്. ഇന്നത്തെ മന്ത്രിസഭായോഗം ശമ്പളം പുതുക്കാൻ തീരുമാനിച്ചതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി വർദ്ധിച്ചു. PSC ചെയർമാന്റെ ശമ്പളം 3,87,873 രൂപയായും ഉയർന്നു. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,004 രൂപ ഓരോ മാസവും അധികമായി ലഭിക്കും. ചെയർമാന് 1,08,359 രൂപയാണ് അധിക നേട്ടം. ഇതുകൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം കൂടുകയും ചെയ്യും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭ അംഗീകരിച്ചില്ല. അത്രയും നല്ലത്. ശമ്പളം കൂട്ടിയതിലൂടെ തന്നെ സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ശമ്പളവും ആനുകൂല്യവും കൂടാതെ PSC അംഗത്തിനു വേണ്ട ഡ്രൈവർ, പേഴ്സണൽ സ്റ്റാഫ് എന്നിവർക്കുള്ള ശമ്പളവും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം പരിഷ്കരിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം PSC അംഗങ്ങളുള്ളത്. സംസ്ഥാനത്ത് ചെയർമാനടക്കം 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ അംഗമാകുന്നതിനോ അധ്യക്ഷനാകുന്നതിനോ പ്രത്യേകിച്ചൊരു മാനദണ്ഡവുമില്ല. പലപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങളാണ് PSCയിലുള്ളത്. സർക്കാർ സർവീസിൽ ഫാർമസിസ്റ്റായും ലൈബ്രറിയനായും ജോലി ചെയ്തവർ PSC അംഗങ്ങളായിരുന്നിട്ടുണ്ട്. സർവീസ് സംഘടനാ നേതാക്കളും PSC അംഗത്വം നേടിയവരിൽ പെടുന്നു. മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ ഒഴികെ ആരും PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടുന്നതിനെ എതിർത്തില്ല. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ അംഗമാകുന്നതിന് സംസ്ഥാനത്ത് ഒരു യോഗ്യതാ മാനദണ്ഡവുമില്ല. പലപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങളാണ് PSCയിൽ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ സർവീസിൽ ലൈബ്രറിയനായും ഫാർമസിസ്റ്റായും ഒക്കെ ജോലി ചെയ്തവർ പിന്നീട് PSC അംഗങ്ങളായിട്ടുണ്ട്. സർവീസ് സംഘടനാ നേതാക്കളും പലപ്പോഴും PSC അംഗങ്ങളായി വന്ന ചരിത്രം കേരളത്തിലുണ്ട്. PSC അംഗങ്ങളുടെ ശമ്പള വർധനവിനെ CPI മന്ത്രിമാർ മാത്രമാണ് മന്ത്രിസഭായോഗത്തിൽ ചെറുതായെങ്കിലും എതിർത്തത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നതുകൊണ്ട് കമന്റ് ബോക്സിലേക്ക് പോകാനും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വായിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രതികരണങ്ങൾ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് ആളുകൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കോൺഗ്രസിനെ തരൂർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നുവെന്ന് വിമർശനം ഉന്നയിക്കുന്നവരെ കാണാം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിവാദവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് എന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ വിമർശനം ഉന്നയിക്കുന്നവരെയും CPIയുടെ നിലപാടാണ് അതിൽ ശരിയെന്ന് പറയുന്നവരെയും ഒക്കെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്ന ഒരുപാട് പ്രേക്ഷകരെയും കാണാൻ കഴിയുന്നു. ഇന്ന് എൻകൗണ്ടറിൻ്റെ വിഷയം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പ്രേക്ഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. ഇന്ന് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ ചർച്ചയായി മാറുന്നത്. KR ഗോപികൃഷ്ണനാണ് ആ ചർച്ച നയിക്കുന്നത്. 7:30 ചർച്ച എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഒരു കമൻറ്റ് കൂടി വായിക്കാം. ഈ തലപ്പുഴയിലെ കടുവാപ്പേടിയുമായി ബന്ധപ്പെട്ടാണ് ആളുകളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെട്ട ആശങ്ക പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള കാര്യം ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. അത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് വലിയങ്ങാടിയിലെത്തുന്ന ചരക്ക് ലോറികൾ നിർത്തിയിടാൻ ഒരിടം എന്നുള്ളത് 1/4 നൂറ്റാണ്ടിലധികമായി പഴക്കമുള്ള ആവശ്യമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പല പദ്ധതികളും ആലോചിച്ചെങ്കിലും ഒന്നും നടപ്പിലായില്ല. ലോറി പാർക്കിങ്ങിനായി സ്ഥലം വേണമെന്ന ആവശ്യവുമായി സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതി. ഈ മാസം 22-ന് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം. വലിയങ്ങാടി കോഴിക്കോടിന്റെ വാണിജ്യ കേന്ദ്രം. ദിനംപ്രതി 500-ലധികം ചരക്ക് ലോറികൾ ഇവിടെ എത്തുന്നു. വലിയങ്ങാടിയിൽ ചരക്കുമായി എത്തുന്ന ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏക സ്ഥലമാണിത്. 22 ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെയുള്ളത്. മറ്റിടങ്ങളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ കൂടുതൽ ലോറികളും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്.
അത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സത്തിന് ഈ മേഖലയിൽ ഇടയാക്കുന്നുണ്ട്. ലോറി നിർത്തിയിടാൻ സ്ഥലമില്ല. നേരത്തെ സൗത്ത് ബീച്ച് റോഡരികിൽ നിർത്തിയിട്ടിരുന്നു. നഗരം വികസിച്ചതോടെ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ വന്നു. വലിയ ലോറികൾ നിർത്തിയിടുന്നതിന് വിലക്കുമായി. പക്ഷേ മറ്റ് സ്ഥലമില്ലാത്തതിനാൽ റോഡരികിൽ തന്നെയാണ് ഇതുപോലെ ലോറികൾ നിർത്തുന്നത്. പലപ്പോഴും നിയമ നടപടിയിലേക്ക് നീങ്ങും. പക്ഷേ ലോറിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അവർക്ക് പ്രാഥമിക ഇതിന് പോകാൻ സ്ഥലമില്ല. അവരൊരു ഹബ്ബായിട്ട് വേണം, ഹബ്ബില്ല. എല്ലാ സംസ്ഥാനത്തിലും വാഹനങ്ങൾക്ക് ഹബ്ബുണ്ട്. അവർ ഈ വർദ്ധിച്ചു വരുന്ന ലോഡുകൾ രാപ്പകലെന്നോണം ഓടുകയാണ്. സാധാരണ 8 മണിക്ക് 7 മണിക്ക് ഇവനിക്ക് 24 hours ഈ ലോറിക്കാരന് ഓട്ടാണ്. ആ വന്ന് ഇവിടെ ഇറക്കി അൺലോഡ് ചെയ്ത് ലോക്കൽ ഡ്രൈവർക്കൊന്നും കൊടുക്കാതെ അവൻ തന്നെ ഇറക്കി പോകുമ്പോൾ അവനക്കൊരു റെസ്റ്റിങ്ങോ കാര്യമൊന്നും കിട്ടുന്നില്ല. തിരിച്ച് ലോഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. എവിടെയും പാർക്കിംഗ് സൗകര്യമില്ല. ഇപ്പോഴത്തെ ലോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഹൈക്കോടതി വിധിയുണ്ട്, റോഡ് സൈഡിലെ ലോറികൾ നിർത്തരുത്. ഇതും കൂടി വന്നപ്പോൾ വണ്ടിക്കാർ ഫൈനടച്ച് വഴക്കാണ്. ലോറി പാർക്കിങ്ങിനായി നിരവധി സ്ഥലങ്ങൾ കണ്ടെത്തി, പദ്ധതികൾ ആലോചിച്ചു. പക്ഷേ ഒന്നും നടപ്പിലായില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരും മറ്റ് തൊഴിലാളികളുമാണ് കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. പുറത്ത് വെക്കുമ്പോൾ പിന്നെ ബാത്റൂം ഇല്ല, പിന്നെ ബുദ്ധിമുട്ടുണ്ട്. ബീച്ച് സൈഡിലൊക്കെ നിർത്താൻ മതി ബുദ്ധിമുട്ടാണ്. പ്രക്ഷോഭങ്ങൾ പലതും നടത്തി. സമരങ്ങൾ ഒഴിവാക്കാൻ ഉടൻ പ്രശ്നപരിഹാരമെന്ന് കോർപ്പറേഷൻ പറയും. പക്ഷേ അതെല്ലാം വാക്കുകളിൽ ഒതുങ്ങി എന്നതിന്റെ തെളിവാണ് ഇവരുടെ ദുരിതം. 25 വർഷത്തിലധികമായി ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും അവർക്കിവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ലോറിയുമായി എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇത് ലോറി തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, വലിയങ്ങാടിയിലെ വാണിജ്യത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ഷിജു ചവറയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ദിനംപ്രതി ഒരുപാട് ചരക്ക് ലോറികൾ എത്തുന്ന വലിയങ്ങാടിയിലാണ് ഈ പ്രശ്നമുള്ളത്. എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണം എന്നാണ് ലോറി ഡ്രൈവർമാരുടെ ആവശ്യം. ചില പ്രതികരണങ്ങൾ കാണാം. ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേച്ചർക്കിൻ്റെ പണിയാണ്. അപ്പോൾ നമുക്ക് ആ പണി ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നം തന്നെയാണ്. നമുക്ക് ഗൾഫ് വരുമാനവും അല്ലെങ്കിൽ വേറെ ഇവിടുന്ന് വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമ്മൾ ആവശ്യങ്ങൾ അങ്ങനെ നടന്നു പോകാൻ. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ ബീച്ച് ഭാഗത്ത് കൂടി ഇങ്ങനെ വണ്ടി കാര്യങ്ങൾ വെക്കുമ്പോൾ ഓല് ചാർജ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ അതിന് ഈ തൊഴിലാളികൾ പൈസ അടക്കുകയാണ്, അല്ലെങ്കിൽ ഓണർമാർ അടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് ഈ ഭാഗങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡ് ഫീ വാങ്ങിയിട്ട് ലോറികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. എന്നാൽ ഇന്നത് ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യ വ്യക്തികൾ കോടതിയിൽ പോയി. ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്, പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവരാരും കോടതിയായിട്ട് ബന്ധപ്പെടാതുകൊണ്ട് എക്സ്പാർട്ട് വിധിയായി എന്ന് പറഞ്ഞാണ് ഈ ഭാഗം വളർച്ച കിട്ടിയിട്ടുള്ളത്. വളരെയധികം പ്രയാസമുണ്ട്. കോഴിക്കോട് അങ്ങാടിയിലേക്ക് ദിവസം 100 ലോറികൾ വരുന്നുണ്ട്. ഈ ലോറികളൊക്കെ വന്നാൽ തന്നെ ലോറി ഇറക്കി അവർ വാടക വാങ്ങിക്കണം. വാടക വാങ്ങി തിരിച്ചു പോകാൻ ലോഡ് സമ്പാദിക്കണം. അതിനൊക്കെ സ്റ്റാൻഡ് ബൈസായിട്ട് നിർത്തുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ എത്രയോ വർഷമായിട്ട് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു പാർക്കിംഗ് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതാരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഗവൺമെൻറ്റും കോർപ്പറേഷനും ഇതൊരു ഒരു മെയിൻ ഒരു സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ലോറി പാർക്കിങ്ങിന് ഇവിടെ വണ്ടി ഫുള്ളാവും. അപ്പോൾ പിന്നെ ബീച്ചിലാണ് നിർത്തല്. ബീച്ചിൽ ഇപ്പോൾ സൗകര്യങ്ങളൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല.